ബോബൻ വന്നിട്ടുണ്ട്. ഓ ഞാൻ എപ്പോഴും അങ്ങനെ. നിങ്ങൾ എവിടെയാണ് ഇതിന്റെ ഇടയിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറയണോ? ഇല്ല ഞാൻ നാട്ടില് കേരളത്തിൽ തന്നെയുണ്ട്, കൊച്ചിയിലുണ്ട്. സിനിമ കണ്ടോ? എവിടെ കാണിക്കണ്ടേ അവിടെ ഇവന്റെ മകേഷ് നമ്മളെ. പ്രകാശ് വർമ്മ മാത്രമേ കണ്ടിട്ടുള്ളൂ നമ്മുടെ അറിവിൽ. ആ ഒരു പ്രാങ്ക് വളരെ ആ പ്രകാശ് ഇന്നലെ നമ്മുടെ പോപ്പുലറായി, 1 മില്യന് മുകളിലായി കഴിഞ്ഞു വ്യൂവർഷിപ്പ്. പ്രകാശ് ലാലേട്ടൻ അതിനെ സമ്മതിച്ചു ലാലേട്ടൻ യു എസിലാണോ കാണുന്നത് പടം? പിന്നെ ഞാൻ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ ന്യൂയോർക്കിലാണ്. ഇത് രാത്രി ഇവിടെ 11:45 അവിടുത്തെ 9:15 ഓക്കെ അപ്പൊ ഓക്കെ. നോക്കട്ടെ. ഭയങ്കര ആഗ്രഹമുണ്ട് കാരണം ഇത്രയും വലിയൊരു സിനിമ, ഇത്രയും ആൾക്കാരുള്ളൊരു സിനിമ, എന്താണ് അവര് ചെയ്തിരിക്കുന്നതെന്നൊക്കെ അറിയാൻ മറ്റ് പ്രേക്ഷകരെ പോലെ എനിക്കും വലിയ ആഗ്രഹമുണ്ട്. കാര്യം മമ്മൂക്ക എവിടെ കാണുന്നേ? ഞാൻ ഇന്ന് നാളെ രാവിലെ പ്രൊഡ്യൂസർ ദുബായിക്ക് യു ആർ ഓൾസോ കമ്മിങ് നോ ദുബായ്? ഇല്ല ഞാനില്ല. എന്താ വാട്ട് ഈസ് ദിസ് മാൻ? ഞാൻ ബാംഗ്ലൂരിലെ മലയാളികളുടെ കൂടെ ഇരുന്ന് കാണാമെന്ന് വിചാരിച്ചു. വൺ നൈറ്റ്. മലയാളികൾ മാത്രമല്ല, എല്ലാവരുടെയും കൂടെ. അയ്യോ, എല്ലാ കേരളത്തിലാരും കാണുന്നില്ല. ഒരാൾ ദുബായില്, ഒരാൾ അമേരിക്കയില്, ഒരാൾ ബാംഗ്ലൂര്. ഇനി ഫഹദ് എവിടെയാണ് കാണുന്നത്? ഫഹദിനെ നമുക്ക് എറണാകുളത്ത് വിടാം. അല്ല, കുഞ്ചാവ് എന്റെ കൂടെ വരുന്നത് ഇങ്ങനെ എന്റെ ഭീഷണിപ്പെടുത്തുണ്ടായിരുന്നു. അത് അങ്ങനെ ഇന്ന് വെളുപ്പിനെ പറയുന്നത്. ഞാൻ ആ, വേറെ കുറച്ച് പരിപാടി നാളെ ഹോളിഡേ ഇല്ലേ? ഷൂട്ടിംഗ് ഒന്നും ഇല്ലല്ലോ. നാളെ ഒരു ചെറിയൊരു പേഴ്സണൽ കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടെ ചെയ്തിട്ട് പേട്രിയറ്റും കൂടെ കണ്ട് ഓക്കെ വരാന്ന് വിചാരിച്ചു. കുഴപ്പമൊന്നുമില്ല. അവിടുത്തെ ഒരു തിയേറ്ററിൽ ഇപ്പൊ കണ്ടാൽ മതി, ആൾക്കാർ ഹാപ്പി ആവട്ടെ. ഇപ്പൊ ഇത് കാണുന്നവർ അവിടെ ഒന്നും ഉണ്ടാവുമല്ലോ. അതെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വല്ലതും കഴിച്ചോളൂ അല്ലേ? ഞാനോ? ഇല്ല കഴിച്ചിട്ടില്ല. അല്ലല്ല, ഇത് നമ്മുടെ സിനിമ തമിഴിലും എല്ലാം റിലീസ് ഉണ്ടോ? തമിഴ്, തെലുങ്ക്? ഭാഷ നമ്മൾ അടുത്ത വീക്കിലേ ഉള്ളെന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം മലയാളം എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ ഞാൻ ഓഹോ നോക്കിയപ്പോ എന്താണ്, അസർബൈജാൻ അല്ലല്ലോ, ഉസ്ബെക്കിസ്ഥാൻ ഏതൊരു സ്ഥലത്ത് ഒരു തിയേറ്റർ കളിക്കുന്നു. അപ്പൊ നമ്മുടെ ബ്രിട്ടാസൊക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്ത് അവിടത്തെ തിയേറ്റർ കളിക്കുന്നു. ആണല്ലേ? അടിപൊളി. മലയാളികളുണ്ടായിരിക്കും. ഈ മറ്റു ഭാഷകളൊക്കെ ഒരാഴ്ച എടുക്കും തോന്നുന്നു എല്ലാം സെൻസറായി വരാൻ. ഓഹോ അത് കുഴപ്പമില്ല. ബാക്കി മലയാളം വരട്ടെ. മലയാളം കണ്ടിട്ട് നമുക്ക് തമിഴ് ആൾക്കാർക്ക് കാണാൻ ഒരു സമയം കൊടുക്കാം. അല്ല, ഞാൻ എന്താ അല്ലെങ്കിൽ ചോദിച്ചത്, ഞാനിവിടെ അതിന്റെ ട്രെയിലർ കണ്ടു പല ഭാഷയില്, തെലുങ്ക് ഇല്ലേ? നേരത്തെ ഇറങ്ങിയാണല്ലോ. ട്രെയിലറിൽ നേരത്തെ ഇറങ്ങി. ഈ കൂടെ ഇപ്പൊ ഉണ്ടോന്ന് അറിഞ്ഞുകൂടാ. എന്റെ അറിവിൽ ഒരാഴ്ച കൂടെ സമയം എടുക്കുമെന്നാണ് തോന്നുന്നു. നമ്മുടെ മഹേഷ് എവിടെ തീർച്ചയായിട്ടും ഉണ്ട്? എല്ലാ ലാംഗ്വേജിലും വേണം. കാര്യം ഒരുപാട് പേർക്ക് ഇത് കാണാനായിട്ട് അതെ ആഗ്രഹിച്ചിരിക്കുകയാണ്. എല്ലാരും ഇതൊക്കെ പറയുന്നുണ്ട്. എല്ലാരും പറയും പലരും ഇത് സബ്ടൈറ്റിലോടുകൂടി കാണുന്നവരായിരിക്കും കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആയിട്ട് കാണുന്നത്. മഹേഷ് നാരായണനെ ഒന്നും കാണാനില്ല. ഉറക്കത്തിൽ തന്നെ ഉറക്കമില്ലായ്മ കൊണ്ട് ഭ്രാന്തായിട്ടുണ്ടാകും എനിക്ക് തോന്നുന്നു. ഓരോ ദിവസം ഓരോ കറക്ഷൻ. ഇന്നലെയൊന്നും ഉറങ്ങിയിട്ടില്ല. ഇനിയിപ്പോ ഇന്ന് ഉറങ്ങുമെന്ന് എനിക്കറിയില്ല. മ്യൂസിക് ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, മഹേഷ്, എഡിറ്റർ എല്ലാരും ഭയങ്കരമായ സിനിമ റിലീസായി വളരെ സുഖമായിട്ട് എല്ലാവർക്കും ഉറങ്ങാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സന്തോഷത്തോടെ, സമാധാനത്തോടെ. അതെ, നമ്മളെ ഉറങ്ങാൻ ഉറങ്ങാന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ? പുള്ളി ഉറങ്ങി എഴുന്നേറ്റേ. എനിക്ക് എന്റെ ആഗ്രഹം സന്തോഷം കാരണം ഉറങ്ങാൻ പറ്റാതാവട്ടെ എന്നുള്ളതാണ്. അയ്യോ, അതുക്കും മേലെ. അങ്ങനത്തെ ഒരു സിനിമയാണ് എല്ലാരും പ്രതീക്ഷിക്കുന്നത്. ഞാനും അങ്ങനത്തെ സിനിമ ആയിരിക്കും എന്നാണ് ഞാനും വിചാരിക്കുന്നത്, എല്ലാരും ആഗ്രഹിക്കുന്നത്. അതെ, നമ്മളൊരു ഇത്തരം വലിയ സിനിമയില് തുടങ്ങുമ്പോ അല്ലെങ്കിൽ ജോയിൻ ചെയ്യുമ്പോ ഇത് ഏറ്റവും വലിയ സക്സസ് ആകണമെന്ന് ആഗ്രഹിക്കും. പിന്നെ അതിന് എല്ലാരും കൂടെ ചേർന്നിട്ട് ഒരു സിനിമയായി ഇതൊരു രണ്ടു മൂന്ന് എഫർട്ട് ഉണ്ട്. നമ്മൾ എല്ലാരും കൂടെ ചേർന്ന് സിനിമയ്ക്ക് ഒരു പുതിയ കാലം ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കുന്നത് കൂടെയാണിത്. ഇല്ലാത്ത സിനിമ എടുക്കാൻ വേണമെങ്കിൽ അതല്ല, പക്ഷെ എന്നാലും നമ്മുടെ സിനിമയ്ക്ക് ഒരു പുതിയ കാലം, ഒരു പുതിയ മുഖം, പുതിയ ചക്രവാളങ്ങൾ. എനിക്ക് അത്രയും പുറത്തേക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ മമ്മൂട്ടിക്ക് എവിടെയൊക്കെയാ പോയി ഷൂട്ട് ചെയ്തിരിക്കുന്നല്ലേ? ഷാർജ, അസർബൈജാൻ. അതെ, അസർബൈജാനൊക്കെ നല്ല കൊടും തണുപ്പായിരുന്നു. UK, ശ്രീലങ്ക നിങ്ങൾ രണ്ടുപേരുണ്ട്. ഞങ്ങൾ രണ്ടുപേരുണ്ട്. നമ്മളെ അതിന്റെ സൈഡ് വരെ കൊണ്ടുപോയി, മറ്റടുത്തൊക്കെ നിങ്ങൾ പോയി. പിന്നെ ഈ രാജ്യത്ത് നമ്മൾ എറണാകുളത്ത് സെറ്റ് ചെയ്യുകയും ചെയ്തു അല്ലേ? ആവർത്തിച്ച് പറയുന്നുണ്ട്.
പക്ഷെ ഏ അത് എങ്ങനെയാണ് എവിടെയാണ് എങ്ങനെയാണെന്നുള്ള ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ ഇല്ല രീതിയിലാണല്ലോ നമ്മള് മഹേഷും അതിന്റെ ഒരു ടെക്നിക്കൽ